ഹലോ വെൽക്കം ടു ചിത്ത വേരി ലൈറ്റ്സ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നോസ്പിന്റെ കളക്ഷനുമായിട്ടാണ്. ഒരു സെറ്റ് ഓഫ് നോസ്പിൻസ് ഉണ്ട്. ഇത് ഞാൻ പലയിടത്തായിട്ട് പോയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതെന്ന് ചൂസ് ചെയ്തതുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചു വാങ്ങിച്ചിട്ടുള്ള ഫസ്റ്റ് നോസ്പിൻ തുടങ്ങി എല്ലാ നോസ്പിൻസും എൻ്റെ അടുത്ത് സുരക്ഷിതമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ കളഞ്ഞു പോയാലും ഒരുപാട് വിഷമിക്കുന്ന ഒരാളാണ്. അയ്യോ എൻ്റെ സാധനം പൈസ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ തിങ്സിനോടുള്ള ഒരു ഇമോഷൻസ് വളരെ കൂടുതലുള്ള ഒരാളാണ്. അപ്പം ഞാൻ എന്തെങ്കിലും സാധനം കളഞ്ഞു പോയാൽ അപ്പൊ ഏട്ടൻ പറയും, അയ്യോ അത് കളഞ്ഞു പോയി, നമുക്ക് വേറൊന്ന് വാങ്ങിക്കാം എന്നൊരു ഓപ്ഷനേ എനിക്കില്ല. എനിക്ക് കളഞ്ഞു പോയി, അതെന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോയി നോക്കാം. ഏതൊക്കെയാണ് നോസ്പിൻ എന്ന് ഞാൻ നിങ്ങളെ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം. ഇട്ട് കാണിക്കാം. പോസിബിൾ എന്റെ ഫേസ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ എന്തായാലും നോസ്പിൻസ് ഒന്ന് ഇട്ട് കാണിക്കാം. അപ്പൊ ഇട്ട് കാണിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. അല്ലാതെ ഞാൻ ജസ്റ്റ് കയ്യിലെടുത്ത് ഇങ്ങനെ കാണിക്കാം. പക്ഷെ ഇട്ട് കാണിക്കുമ്പോൾ അതിന്റെ ഭംഗിയോട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു റിങ്സ് ആണ്, നോർമൽ റിങ് ആണ്. ഇങ്ങനെ ഈ ഒരു വലിപ്പത്തിൽ. എന്റെ മൂക്ക് കുറച്ച് ചെറുതാണ്, അപ്പൊ എനിക്ക് ഇത്ര വലിപ്പമുള്ള ഒരു റിങ് ഓക്കെയാണ്. ഇച്ചിരി മുകളിലേക്ക് കയറ്റിയാണ് ഞാൻ കുത്തിരിക്കുന്നത്, കണ്ട. അപ്പോൾ ഇത് എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ളത്, ഞാൻ സൗദിയിൽ വന്നതിന് ശേഷം മലബാർ ഗോൾഡിൽ പോയപ്പോൾ ഞാൻ കണ്ടതാണ് ഇങ്ങനെ റിങ്. എനിക്ക് ചേരുമെന്നൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ഇട്ട് നോക്കിയപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു നോസ്പിൻ ഇട്ടുമ്പോൾ ഇങ്ങനെയാണ് ഒരു ലുക്ക് വരിക. ഇതിപ്പം ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാ. കുറച്ചുകൂടി പൊക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ടിരിക്കും. ഇപ്പം പൊട്ടൊന്നും ഇല്ലാതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു മൂക്കുത്തി ഫുള്ളി നമ്മുടെ ഫേസിന് വലിയൊരു കമ്മലോ കാര്യങ്ങളോ ഒന്നും വേണം. ഞാൻ 3-4 കുത്തിയിട്ടുണ്ട്, അങ്ങനെയല്ല. നമ്മുടെ ഫേസിന് ഇപ്പൊ ഈ ഒരു മൂക്കുത്തി ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്രാൻഡ് ലുക്കാണ്. ഇങ്ങനെയാണ് ഇത് വരിക. വളരെ ഒരു ചെറിയ സെറ്റ് ഓഫ് പെയർ, ഒരു 6 ഡയമണ്ട്സോളം ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. താഴോട്ട് ഗോൾഡ് തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്കിത് ചേരുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് ഓക്കെ, വേറൊരാള് കോംപ്ലിമെന്റ് ചെയ്യുന്നത് ഓക്കെ മോശമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എടുക്കും കേട്ടോ. ഞാൻ പേഴ്സണലി അങ്ങനെയാണ്. ഈ ഒരു നോസ്പിൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലെ. ഇത് ഒരു പൂവിന്റെ നോസ്പിൻ ആണ്. ഇതെനിക്ക് എന്റെ ബ്രദർ വാങ്ങി തന്നായിരുന്നു. അപ്പോൾ എന്റെ വെഡിങ്ങിന് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നു ഇത്. ആക്ച്വലി എന്റെ സിസ്റ്റർ ഇൻ ലോ ആവാൻ പോകുന്ന കുട്ടിക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്തൊരു സാധനമാണ്. അപ്പൊ എനിക്കന്നത് വാങ്ങിയപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, ചില സാധനങ്ങൾ വാങ്ങി കഴിയുമ്പോൾ അയ്യോ ഇതെനിക്ക് മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്ന ഒരു സാധനം നോസ്പിൻ ആണ്. ആർക്കെങ്കിലും നോസ്പിൻ വാങ്ങി എനിക്ക് തോന്നും അത് എനിക്കിങ്ങ് മതിയായിരുന്നു എന്ന് തോന്നും. ഞാൻ സെൽഫിഷ് ആയതുകൊണ്ടല്ല കേട്ടോ, ഞാൻ അത് തന്നെ കൊടുത്തു. പക്ഷെ ഇതപ്പോ എന്റെ ഒരു ആഗ്രഹം കണ്ടപ്പോ അവൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു കല്യാണത്തിന്. എനിക്ക് ആക്ച്വലി ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഇട്ടാണിക്കാം. ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. ഞാൻ കുറെ ആയിട്ട് റിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പം എത്ര കുത്തിയിട്ടൊരു തോളായിട്ടോ, പക്ഷെ എപ്പോഴും എനിക്ക് റിങ്സ് ഒരു 2 വീക്സ് 1 മന്ത് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്റെ മൂക്കിന് അടയുന്ന പോലെ എനിക്ക് തോന്നും. കുറച്ച് പാടാ പിന്നെ വേറെ ഏതെങ്കിലും ഒരു മൂക്കുത്തി നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ആ ഒരു ഈ മുക്കുത്തി. ഇത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡയമണ്ട് നോസ്പിൻ ആയിരിക്കും. ആക്ച്വലി ഒരു പൂവിന്റെ ഷേപ്പ് ആണ്. ഇതെന്റെ ഒരു ഡയമണ്ട് നോസ്പിൻസ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇങ്ങനെ ഇതില് വളയും കാര്യങ്ങളൊക്കെ ഇടാൻ ഞാൻ കൂടുതൽ എന്റെ കമ്മലും നോസ്പിൻസും മാത്രമേ ഇത് വെക്കാറുള്ളൂ. പക്ഷെ നല്ലതാട്ടോ, നല്ല ഒരു സ്റ്റോറേജ് ബോക്സ്. നമുക്ക് എപ്പോഴും കൺവീനിയന്റ് ആയിട്ട്, കുഞ്ഞിതല്ല, ഇങ്ങനെ കയ്യിൽ ഒതുങ്ങി വെക്കുന്ന സാധനം. ഇതിനടുത്തത് ഇതാണ്. ഈ സാധനം കുറച്ചു എക്സ്പെൻസീവ് ആയിരുന്നു. എനിക്കൊരു 25,000 ആ ഒരു റേഞ്ചിന് എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ എനിക്കിത് കണ്ടപ്പം അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത്ര വലിയ മൂക്കുത്തി ഞാൻ ഇടാറുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിത് ഇട്ടപ്പം എന്നെ നല്ല ഇഷ്ടമായി. ഞാൻ ഇത്രയും വലിയൊരു മൂക്കുത്തി എക്സ്പെക്ട് ചെയ്ത് പോയതല്ല. പക്ഷെ കണ്ടപ്പം ഒരു ചെറിയ മൂക്കുത്തി വാങ്ങാന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ കണ്ടപ്പം ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഞാനത് എൻഗേജ്മെന്റ് ലുക്കിലൊക്കെ ഈ ഒരു മൂക്കുത്തിയാണ്. ഞാൻ ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിക്കാം നിങ്ങളെ, പിന്നെ ഇട്ടും കാണിക്കാം. ഈ ഒരു ലുക്കിന്റെ കൂടെ ഇത് ചേരുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്റെ ഫേസില് ഇങ്ങനെയാണ്. അങ്ങനെ വലിയ ബോറൊന്നുമില്ല കേട്ടോ. പിന്നെ അടുത്തോട്ട് വരുന്ന സമയത്ത് ഈ മുക്കുത്തി കാണാൻ നല്ല ഭംഗിയാണ്. കണ്ട, നല്ല തിളക്കാണ് ഇതിന് ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും കൂടുതൽ. കണ്ട, ഇങ്ങനെ വലിയൊരു റൗണ്ട് വന്ന് നടുക്കൊരു ഒറ്റ കല്ലായിട്ടാണ് ഇത്. ഈ ഫുള്ളി സ്റ്റോൺ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു മുക്കുത്തിയാണ്. അത് ഈ ഒരു അറ്റയറിന്റെ കൂടെ പോകുന്നുണ്ടോ എന്ന് ഉള്ളത് അത്ര അങ്ങോട്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നില്ല. പക്ഷെ പാർട്ടി വേഴ്സിനൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും.
പിന്നെ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുന്നത് പോലെ സിംഗിൾ സ്റ്റോൺ എൻ്റെ അടുത്തുണ്ട്. ഇതും ഇതുപോലെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇട്ട് നോക്കിയപ്പോൾ ഭംഗിയുണ്ട്. പിന്നെ കുഞ്ഞിതല്ലേ, ഇത്രയും ചെറിയ, പക്ഷെ ഇതിന്റെ ഒരു ഗോൾഡ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇത് ഈ ഡയമണ്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് വാങ്ങിയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് റിപ്ലിക്ക ആയിട്ട് കിട്ടിയ ഒരു ഗോൾഡ് ഉണ്ട് എൻ്റെ അടുത്ത്. കണ്ടോ, ഇത് ഗോൾഡ് ആണ്. ഇത് തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇട്ടാ അറിയില്ല. പിന്നെ ഡയമണ്ട് കുറച്ചുകൂടി പ്രൊജക്ഷൻ മുന്നിലോട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിട്ട് കഴിയുമ്പം വളരെ സിമ്പിൾ ലുക്ക് ആണല്ലോ. ഇത് നോർമലി ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ കൂടുതലും വിയർ ചെയ്യാറ് ഇതോ റിങ്ങോ ആണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക. കൊള്ളാല്ലേ, ഇങ്ങനെ അത് വളരെ സിമ്പിൾ ലുക്ക്. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിൽ കോമൺ ആയിട്ട് റിങ് എല്ലാവരുടെയും കയ്യിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറയും, റിങ് നിങ്ങൾക്ക് ചേരില്ല എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ അത് ഇട്ട് നോക്കണം. ഇട്ട് നോക്കിയിട്ട് ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. ഞാനും അതുപോലെ എനിക്കിത് ചേരുമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഒന്നാമത് എന്റെ മുഖം കുറച്ച് ഇലോങ്ങേറ്റഡ് ഫേസ് ആ, കണ്ടില്ലേ, കുഴിമുട്ട പോലെ ഇരിക്കുന്ന ഒരു മുഖമാണ്. അപ്പൊ ഇതിന് ഈ റിങ് ഇട്ടാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഇലോങ്ങേറ്റഡ് ആവും എന്നൊക്കെ ആളുകൾ പറഞ്ഞു. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഫേസിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നതൊക്കെ നിങ്ങൾക്ക് ഇടാറുന്നതാണ് എന്റെ ഒരു ഇത്. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പുറത്തിരിക്കുന്നവര് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കൊള്ളാന്ന് തോന്നിയാ ഞാൻ ഇടും. കാണാമല്ലോ അല്ലെ, ഒരു ലീഫ് പോലെ വന്നിട്ട് നടുക്കൊരു ഡയമണ്ട്. അതാണ് ഈ ഒരു മോഡല്. നല്ല രസമാണ്. ഞാനിത് വെഡിങ്ങിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കാണിക്കാം അതിന്റെ ഫോട്ടോ. അപ്പം ഇടുമ്പോ നമുക്ക് ഇങ്ങനെ നല്ല ഭംഗിയാണ് ഇത് ആക്ച്വലി കാണാൻ. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു മുക്കുത്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, കുറച്ച് ഇങ്ങനെയുള്ള ഒരു ഫേസ് ആയതുകൊണ്ട് എല്ലാ മുക്കുത്തിയും എനിക്ക് അങ്ങനെ ഇണങ്ങാറില്ല. പക്ഷെ ഇത് ഭംഗിയുള്ളതുപോലെ തോന്നുന്നു. കാണുമ്പോൾ അറിയാം, മൂക്കിലിടുമ്പോഴും നല്ല രസമാണ്. കണ്ടോ, ഇങ്ങനെ കുഞ്ഞു മൂക്കാട്ടോ, കുറച്ച് ചപ്പി കാണിക്കാറുണ്ടെങ്കിൽ ഇങ്ങനെ ഭംഗിയുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ എല്ലാം കൂടി ഒരു 7 നോസ് പിൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ എനിക്കിവിടെ ഡയമണ്ട് കച്ചവടമൊന്നും അല്ല. പക്ഷെ ഒരു 7 ഐറ്റംസ് ഉണ്ട്. അപ്പോ ഇതെല്ലാം ഞാൻ നിങ്ങളെ ഇട്ടും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇത് കണ്ട, ഇതോടെ കൂട്ടിയിട്ടാണ് കേട്ടോ 7. അപ്പം ഈ ഒരു നോസ് പിൻ ഇത് ഞാൻ ഊരുന്നില്ല. ഇത് ഈ കാതിൽ, പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ, മുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് നോസ് പിൻ ആയാലും എന്ത് വേണമെങ്കിലും ഇവിടെ മാറ്റിയിടാം. ഈ കാതിൽ അതില്ല. അത് അന്നൊരു ട്രെൻഡ് അനുസരിച്ചിട്ട് കുത്തിയതായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കുത്തിയതാണ്. അതുപോലെ തന്നെ ഞാൻ വലത് ഭാഗത്താണ് മൂക്ക് കുത്തിയിരിക്കുന്നത്. ഞാൻ ഇടത് ഭാഗത്തൊന്നും അല്ല കുത്തിയിരിക്കുന്നത്. നമ്മുടെ ഒരു വിശ്വാസമൊക്കെ അനുസരിച്ചിട്ട് ആളുകൾ ഇടത് ഭാഗത്താണ് കൂടുതലും മൂക്കുകുത്തുക. ശിവപാർവതിമാരിയ്ക്കുമ്പോൾ പാർവതി ഇടത് ഭാഗത്താണ് നമ്മുടെ, അങ്ങനെ കുറച്ചു വിശ്വാസപ്രകാരം. പക്ഷെ എനിക്ക് മൂക്കുത്തിയുടെ കല്ല് വെച്ച് നോക്കിയപ്പം എനിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയത് വലത് ഭാഗത്താണ്. അതുകൊണ്ട് ഞാൻ വലത് ഭാഗത്താണ് കുത്തിയത്. അതില് പ്രത്യേകിച്ച് വിശ്വാസം കാര്യങ്ങളൊന്നുമില്ല. ഭംഗിയുള്ളത് ഓക്കെ, നമുക്ക് കുറച്ചുകൂടി നല്ലത് വലത് ഭാഗത്താണെന്ന് തോന്നി. അപ്പൊ ഞാൻ വലത് ഭാഗത്ത് കുത്തി, അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു കുട്ടി വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു 6-7 മുക്കൂത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ബിഗിനർ ആണ്. എനിക്ക് അങ്ങനെ ഒരുപാട് യൂട്യൂബ് വ്ലോഗ്സും കാര്യങ്ങളൊന്നും ചെയ്ത് ശീലമില്ല. ശീലിച്ചു വരുന്നതേ ഉള്ളൂ. എന്റെ ഒരു ആഗ്രഹത്തിന് തുടങ്ങിയൊരു ചാനലാണ്. ഈ വ്ലോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എന്തായാലും താങ്ക് യു.